ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും തൻഷിക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ആവിയിൽ തയ്യാറാക്കിയിരിക്കുന്ന രുചികരമായിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എത്രയൊക്കെ ആയാലും നമുക്ക് ആവിയിൽ തയ്യാറാക്കുന്ന പലഹാരത്തോട് ഒരു പ്രത്യേക ഇഷ്ടം തന്നെയായിരിക്കും അല്ലേ. നമ്മുടെ വീടുകളിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് ഒട്ടും തന്നെ എണ്ണയൊന്നും ഇല്ലാതെ എങ്ങനെയാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കിയിരിക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കിയാലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. ആദ്യം തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര പാനി തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ 150 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ശർക്കര പാനി തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ശർക്കര പാനി ഇവിടുന്ന് തയ്യാറാവട്ടെ. ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു നേന്ത്രപ്പഴം ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ 1/2 കപ്പ് തേങ്ങയും കുറച്ച് ഏലക്ക പൊടിച്ചതും കുറച്ച് മുന്തിരിങ്ങയും എടുത്തിട്ടുണ്ട്. ഉണക്ക മുന്തിരിങ്ങയും എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം. നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴമാണെങ്കിൽ അത്രയും നല്ലത്. ഇത് അത്ര പഴുത്തിട്ടില്ല. ഇനി നമുക്കിത് നെയ്യിൽ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നേന്ത്രപ്പഴം നന്നായിട്ട് സോഫ്റ്റായിട്ട് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് ഇതാ നമ്മുടെ ശർക്കര പാനി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് ശർക്കര പാനി ചൂട് മാറാനായിട്ട് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ നേന്ത്രപ്പഴം നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. നല്ല സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. നേന്ത്രപ്പഴം ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഏലക്ക പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കുകയാണ്. പഞ്ചസാര കൂട്ടി പൊടിച്ച ഏലക്കപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതല്ലാതെ ഏലക്കപ്പൊടി മാത്രമാണെങ്കിൽ 1/4 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിപ്പോൾ പഞ്ചസാര കൂട്ടി പൊടിച്ച ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തതുകൊണ്ട് ആ പഞ്ചസാര ഒന്ന് മെൽറ്റായിട്ട് പഴം നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടും. അതുകൊണ്ട് പഞ്ചസാര കൂട്ടി പൊടിക്കാത്ത ഏലക്കപ്പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ 1 ടീസ്പൂണൊക്കെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നേന്ത്രപ്പഴം വഴറ്റി കൊടുത്താൽ മതി. അപ്പോൾ നേന്ത്രപ്പഴം നല്ലതുപോലെ സോഫ്റ്റായി കിട്ടും. നേന്ത്രപ്പഴം വഴറ്റി കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്നിങ്ങനെ ഉടച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ പീസസൊക്കെ ഉടഞ്ഞ് നന്നായിട്ടിങ്ങനെ ഒന്ന് കുഴഞ്ഞ് കിട്ടും. അതുപോലെയാണ് വേണ്ടത്. അതിനായിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അങ്ങനെ ഇതിപ്പോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിന് ചൂട് മാറാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കണം. 1 കപ്പ് അരിപ്പൊടി ഞാനൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ മൈദയും 2 ടേബിൾ സ്പൂൺ അളവിൽ റവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കറുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുതൽ 1 ടേബിൾ സ്പൂൺ വരെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ശർക്കര പാനി ചൂടോട് കൂടിയിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം വേണം ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട്. ചെറിയ ചൂടുണ്ടെങ്കിലൊന്നും കുഴപ്പമില്ല. നല്ല ചൂടോട് കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കരുത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ശർക്കര പാനി ചേർത്ത് കൊടുത്തുകൊണ്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. കാരണം നമുക്ക് ഒത്തിരി ലൂസായ ബാറ്ററല്ല വേണ്ടത്, അതുപോലെ ഒത്തിരി തിക്കായിട്ടുള്ള ബാറ്ററുമല്ല വേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെയും പഴത്തിൻ്റെയും മിക്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള ശർക്കര പാനി കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ശർക്കര പാനി ഞാൻ മുഴുവനായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടും ഇത് തിക്കായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് കണ്ടല്ലോ, ഇതിപ്പോൾ അത്യാവശ്യം തിക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ആ ശർക്കര പാനി ഉരുക്കിയിട്ടുള്ള അതേ പാത്രത്തിലോട്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്നുകൂടി മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലെ മതി. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ വേണ്ടത്. നമുക്കിങ്ങനെ ഒരു ഒഴിച്ചു കൊടുക്കാൻ പറ്റണം. ഒരു പോറിങ് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് പൗഡറല്ല, ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ അപ്പം നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തതാണ്. ഇത് യാതൊരു നിർബന്ധവും ഇല്ല. ബേക്കിംഗ് സോഡ ചേർത്തിട്ടില്ലെങ്കിലും നമ്മുടെ അപ്പത്തിന് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും. എന്നാൽ ഒരു എക്സ്ട്രാ സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടി മാത്രം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തു എന്നേ ഉള്ളൂ. ബേക്കിംഗ് സോഡ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ബേക്കിംഗ് സോഡ എല്ലായിടെയും കിട്ടത്തക്ക വിധത്തിൽ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ വേണ്ടത്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു സ്റ്റീൽ പ്ലേറ്റിൽ നല്ലതുപോലെ തന്നെ നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. സ്റ്റീൽ പ്ലേറ്റിൻ്റെ വശങ്ങളിലൊക്കെ നല്ലതുപോലെ നെയ്യ് തടവി കൊടുക്കാൻ ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് വളരെ പെട്ടെന്ന് ഇതിങ്ങനെ പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടുകയുള്ളൂ.
നിങ്ങളുടെ കയ്യിൽ കാഷ്യൂ നട്ട്സ് ഉണ്ടെങ്കിൽ കാഷ്യൂ നട്ട്സ് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉണക്കമുന്തിരി ചേർക്കുന്ന സമയത്ത് കാഷ്യൂ നട്ട്സ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് ലെവൽ ചെയ്യാനായിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇനി ഇത് സ്റ്റീമറിലോ അല്ലെങ്കിൽ ഇഡ്ഡലി തട്ടിലോ വെച്ചിട്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു സ്റ്റീമറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 10 മുതൽ 15 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഇതിപ്പോൾ ഇവിടെ ഒരു 15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ അപ്പം നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ചൂടൊക്കെ പോയതിന് ശേഷം കണ്ടല്ലോ, വശങ്ങളിൽ നിന്നൊക്കെ വളരെ പെട്ടെന്ന് തന്നെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. ചൂട് നന്നായിട്ട് പോയതിന് ശേഷം മാത്രമേ പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ രുചികരമായിട്ടുള്ള ആവിയിൽ തയ്യാറാക്കിയിട്ടുള്ള പലഹാരം ഇവിടെ തയ്യാറായിട്ടുണ്ട്. കണ്ടല്ലോ, ഒട്ടും തന്നെ പ്ലേറ്റിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് അടിപൊളി രുചിയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു പലഹാരം കുട്ടികൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.